ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് തേങ്ങാച്ചോറാണ് കേട്ടോ. അപ്പോൾ തേങ്ങാച്ചോറ് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇപ്പോൾ 2 ഗ്ലാസ് അരി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാനൊരു വലിയൊരു തേങ്ങേൻ്റെ ഒരു മുറി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പൊടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് ഉലുവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനി 3 ഗ്ലാസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ അളവൊക്കെ മതിയാവും. ഇനി അതിലേറെ കൂടുണ്ടെങ്കിൽ അളവൊന്ന് മാറ്റിക്കൊണ്ടു ഈ തേങ്ങേൻ്റെയും ഉള്ളിൻ്റെയൊക്കെ. പിന്നെ തേങ്ങയ്ക്ക് എത്ര കൂടിയാലും നമുക്ക് കുഴപ്പമില്ല. ഇനി കുറച്ച് കുറഞ്ഞു വെച്ചിട്ടും ടേസ്റ്റൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ നല്ലോണം ഉണ്ടാവണേ നല്ലത് തേങ്ങയ്ക്ക്. പിന്നെ അത് നല്ലോണം അരിയൊക്കെ നല്ലോണം കഴിയുക. പിന്നെ ഞാൻ ഇവിടെ അത്യാവശ്യം വേവുള്ള ഒരു അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ 6 ഗ്ലാസ് വെള്ളമാണ് ഇത് കൊയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിക്ക് വേവ് കുറവാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് 2 ഗ്ലാസ് അങ്ങനെ കുറച്ചുകൊണ്ടു. ഇത് ഞാൻ അത്യാവശ്യം നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ ഞാനേക്ക് വേവുള്ള അരി ആയതുകൊണ്ട് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറായതുകൊണ്ട് ഇടയ്ക്ക് തുറന്നു നോക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കറക്റ്റ് എല്ലാതും ആക്കി വെച്ചിട്ട് അടച്ചു വെക്കുക കാര്യമല്ലോ. ഇനി വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കൽ. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് അടുപ്പത്ത് വെക്കാം. അപ്പോൾ ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. നല്ല സ്പീഡ് കൂട്ടിങ്ങാണ്ട് പെട്ടെന്ന് വിസിലടുപ്പിച്ചൊന്നും ചെയ്യരുത്. അപ്പോൾ തിളച്ചൂത്തൊക്കെ പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 3/4 മണിക്കൂർ വെക്കുക. പിന്നെ ഇതാ ഞാൻ ഇതിക്ക് ഉള്ളി സുറുക്കിയാണ് ഉണ്ടാക്കുന്നത്. ഉള്ളി സുറുക്കിയാണ് തേങ്ങാച്ചോറ്റക്ക് കുറച്ചും കൂടി രസം. തൈര് ഒക്കെ ഒഴിക്കണേക്കാളും നല്ല രസം ഇങ്ങനെയാണ്. പിന്നെ നമ്മളിതാ 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് വിസിലിങ്ങനെ ചാടിയും കൊണ്ട് ഇങ്ങനെ നിൽക്കും. വിസിലടിച്ചരുത്, ചാടിയും കൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഓഫാക്കുക. എന്നിട്ട് പിന്നെ ഈ താവിയൊക്കെ പോയതിന് ശേഷം തുറക്കുക. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി അടിപൊളിയായിട്ടുണ്ടാകും. അപ്പോൾ എളുപ്പം തീ കൂട്ടി വെച്ചിങ്ങാണ്ട് വിസിലടുപ്പിച്ചൊന്നും ചെയ്യരുത്. അതുപോലെ വേവ് കുറഞ്ഞ അരിയാണെന്നുണ്ടെങ്കിൽ 3/4 മണിക്കൂറൊന്നും വെക്കണ്ട, അരമണിക്കൂറൊക്കെ വെച്ച് ഓഫാക്കിയിട്ടുകൊണ്ടു. അങ്ങനെ അപ്പോൾ വെള്ളമൊക്കെ കുറക്കണം. അങ്ങനെ നമ്മൾ അരിക്ക് നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന ചോറിനുള്ള അരിയല്ലേ കരം. അപ്പോൾ അതിൻ്റെ വേവൊക്കെ നമുക്കറിയില്ല, അതിനനുസരിച്ച് എടുത്താൽ മതി. ഇനി ഞാനിതൊക്കെ നമ്മളെ ബീഫ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ബീഫ് കറിയും ഉള്ളി സുർക്കയും പപ്പടം ഉണ്ടെങ്കിൽ തേങ്ങാച്ചോറ് അടിപൊളിയായിട്ട് തിന്നാം. പിന്നെ ഞാനിതൊക്കെ വെളുത്തുള്ളി അച്ചാർ എടുത്തിട്ടുണ്ടായി, ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെ അച്ചാർ അത്യാവശ്യമാണ്, അപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇതാ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. പിന്നെ തേങ്ങാച്ചോർക്ക് നമുക്ക് കറിയില്ലെങ്കിലും വെറുതെയൊക്കെ തിന്നാൽ നമുക്ക് ഇപ്പോൾ ഉച്ചക്ക് തിന്നിട്ട് വൈകുന്നേരത്തിനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചായക്കൊക്കെ എടുക്കാം. ചായക്ക് കടിയിട്ടൊക്കെ തിന്നാം തേങ്ങാച്ചോറ്. നല്ല രസമാണ്, കറീൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.